നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പല ജില്ലകളിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിലാണ് കറന്റ് പോകുന്നത്. വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള ഒരു വൈദ്യുതി എല്ലായിടത്തേക്കും എത്തിക്കാനുള്ളത് കേരളത്തിൽ തികയാതെ വരുന്നൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കേരള സമുദ്ര മിഷൻ നടത്തിയ മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെയായിരുന്നു പവർ കട്ട് ഉണ്ടായത്. വേദിയിലെ മൈക്കും വെളിച്ചവും ഓഫാകുകയായിരുന്നു. ഇതിനിടെ സംഘാടകർ എഴുന്നേൽക്കുകയും ഇരിക്കാൻ മുഖ്യമന്ത്രി കൈകൊണ്ട് കാണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം ഒരു കമന്റ് പറയുകയും ചെയ്യുന്നു. ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ലെന്നും കറന്റ് വന്നാലേ സംസാരിക്കാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനറേറ്റർ പ്രവർത്തിച്ചാണ് പിന്നീട് പരിപാടി തുടർന്നത്. അതായത് ഒരു സംസാരിക്കുന്നതിനിടയിൽ പവർ കട്ട് ഉണ്ടാകുന്നു. പക്ഷേ ആകെ ടെൻഷൻ അടിച്ച് അവിടെയുള്ള സംഘാടകർ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ടാണ് ആ സാഹചര്യത്തെ അദ്ദേഹം നേരിട്ടത്. അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് ഓടിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ യാതൊരു കാര്യമില്ല, കറന്റ് വന്നാൽ തന്നെ മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ ആ മൈക്കും അവിടെ നിന്ന് തട്ടിയിട്ടിട്ട് പിന്നീട് അവിടെ സംസാരിക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് പോകുന്നൊരു കാഴ്ച കാണുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിന് സമയം പോകുമെന്നോ അങ്ങനെ ഒന്നും തന്നെ തോന്നിക്കാതെ വളരെ സംയമനത്തോടു കൂടിയിട്ടാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ നിന്നിരുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇപ്പോൾ കേരളത്തിൽ പവർ കട്ട് തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. പലയിടത്തും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പീക്ക് സമയത്താകും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുകയെന്ന് അറിയിപ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു. പവർ കട്ടിൽ സർക്കാരിനെ പരിഹസിച്ച് AR റഹീമും SFI സംസ്ഥാന പ്രസിഡന്റ് A ശിവപ്രസാദ് എന്നിവരിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന ക്യാപ്ഷനോടെ ഒരു മെഴുകുതിരിയുടെ ചിത്രം പങ്കുവെച്ചായിരുന്നു റഹീമിന്റെ പരിഹാസം. ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, പവർ കട്ടിന്റെ പുതുയുഗ നിർവചനം. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞ ജഗതി ഫെയിം ഡയലോഗിന്റെ സാദൃശ്യം തോന്നിയാൽ യാദൃശ്ചികം മാത്രം എന്നായിരുന്നു ശിവപ്രസാദ് പറഞ്ഞത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു റഹീമിന്റെയും ശിവപ്രസാദിന്റെയും പ്രതികരണം. ഏതായാലും ആ പ്രതികരണങ്ങൾക്കൊക്കെ തന്നെ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മുഴുത്ത കമന്റുകൾ തിരിച്ചു കേൾക്കുന്നുണ്ട്. അത് ഈ 10 വർഷത്തോളം കാലം എത്രയോ തവണ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഇതിനേക്കാൾ വളരെ കുറച്ച് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് വളരെ ചെറിയ നിരക്കുണ്ടായിരുന്ന വൈദ്യുതിയുടെ ഇപ്പോഴത്തെ നിരക്ക് എത്രയാണെന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തുകൊണ്ട് നിരവധി ആളുകളാണ് അവർക്കുള്ള മറുപടി കമന്റ് ബോക്സിൽ തന്നെ നൽകുന്നത്. ഒരു കമന്റ് വായിക്കാം. 1 മാസം മഴ പെയ്യാൻ വൈകിയാൽ അതിന് പകരം ഒരു സംവിധാനം ഒരുക്കാൻ 10 വർഷം ഭരിച്ചവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം ശരിയാവും, കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നുണ്ട്. മഴ കുത്തനെ കുറഞ്ഞ പ്രതിസന്ധി ഉണ്ടായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ കടുത്ത വേനൽക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അന്ന് കടമായി വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് പോലും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 1 വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി എടുക്കും എന്നാണ് ഒരു കമന്റ്. മറ്റൊരു കമന്റ് AR റഹീമിന്റെ താഴെയാണ്. അദ്ദേഹത്തിന് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില കമന്റുകൾ, റഹീം സഖാവ് ഇപ്പോഴും ചെറുപ്പമാണ്, 46-ാം വയസ്സിലും യുവാക്കളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് കേട്ടോ എന്നിങ്ങനെ പോകുന്നുണ്ട് കമന്റുകൾ. ഇവരുടെയൊക്കെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ജനം മറുപടി നൽകുന്നുണ്ട്. ഈ 10 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നപ്പോഴും പലപ്പോഴും വൈദ്യുതി നിയന്ത്രണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയ വളരെ കുറച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇത്തരത്തിൽ ഒരു വൈദ്യുതി തടസ്സം ഉണ്ടായെന്ന് കരുതി അതിൻ്റെ മുഴുവൻ ചുമതലകളും അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവരെ തന്നെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഈ 10 വർഷത്തോളം കാലം എന്താണ് ചെയ്തത്? അത്തരത്തിലൊരു വൈദ്യുതി നിയന്ത്രണം വരുമ്പോൾ അതിന് പകരമായിട്ടൊരു പദ്ധതി ഇവിടെ ഒന്നും നടപ്പിലാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വന്നിരിക്കുന്നത്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയിലുണ്ടായ കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും തിരിച്ചടിയായെന്നാണ് KCB പറയുന്നത്. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും KEB അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം കുത്തനെ വർദ്ധിച്ചതും പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്തതുമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. നിലവിൽ സംസ്ഥാനത്തിന് 600 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കുറവ് നേരിടുന്നുണ്ടെന്നാണ് KEB വ്യക്തമാക്കിയത്. രാത്രി 7 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തായിരിക്കും ഭാഗിക നിയന്ത്രണം നടപ്പാക്കുക. കഴിഞ്ഞ 2 ദിവസമായും സമാന സാഹചര്യത്തിൽ രാത്രികാല ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്താകെ വൈദ്യുതി ആവശ്യകത ഉയർന്നതോടെ പവർ എക്സ്ചേഞ്ചുകളിലൂടെ ലഭിക്കുന്ന വൈദ്യുതിയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അത്യാവശ്യ ആവശ്യങ്ങൾക്ക് മാത്രമായി വൈദ്യുതി ഉപയോഗം പരിമിതപ്പെടുത്തുമെന്നും പ്രത്യേകിച്ച് രാത്രിയിലെ ഉയർന്ന ഉപഭോഗ സമയത്ത് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും KEB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുൻ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗം ഗണ്യമായി കൂടുകയും അതേസമയം ആഭ്യന്തര ഉൽപാദനം വലിയ രീതിയിൽ കുറയുകയും ചെയ്തതാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായത്. ഇതിനു പുറമെ വൈദ്യുതി വിപണിയിൽ ഉണ്ടായ അപ്രതീക്ഷിത വിലക്കയറ്റവും വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ 530 മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ മടക്കി നൽകേണ്ടി വരുന്നതും സംസ്ഥാനത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മുൻ UDF സർക്കാരിന്റെ കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കിയതും പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രി ഉപയോഗത്തിനായി സംഭരിച്ചു വയ്ക്കാൻ നിലവിൽ സാധിക്കാത്തതുമാണ് ഈ വലിയ പ്രതിസന്ധിക്ക് വഴി തുറന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. ഈ കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ കടുത്ത വൈദ്യുതി പ്രതിസന്ധി കാരണം ബുധനാഴ്ച രാത്രിയും പവർ കട്ട് ഉണ്ടായി. വൈകുന്നേരത്തെ തിരക്കേറിയ സമയങ്ങളിൽ അതായത് പീക്ക് അവേഴ്സിലാണ് സംസ്ഥാന വ്യാപകമായ പവർ കട്ടിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആവശ്യമായ അളവിൽ വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ലഭ്യമാകാത്ത തുടർന്ന് ഇന്നലെ രാത്രി 7:15 മുതൽ 12:15 വരെ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി നിയന്ത്രണം അനിവാര്യമായി വന്നുവെന്നാണ് KEB ഔദ്യോഗികമായി അറിയിച്ചത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നും അതിനാൽ ഇന്ന് രാത്രിയും സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി വൈദ്യുതി വകുപ്പ് പൊതുജനങ്ങൾക്കായി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിലോ അതിന് മുകളിലോ സെറ്റ് ചെയ്യുക, അലങ്കാര വിളക്കുകൾ പരമാവധി ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പരമാവധി പകൽ സമയങ്ങളിൽ മാത്രം ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വാട്ടർ പമ്പ്, വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം പീക്ക് മണിക്കൂറുകളിൽ പരമാവധി കുറയ്ക്കേണ്ടതാണ്. സാധാരണ ഫാനുകൾക്കും ലൈറ്റുകൾക്കും പകരം കുറഞ്ഞ വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്ന BLDC ഫാനുകളും LED ലൈറ്റുകളും ഉപയോഗിക്കാൻ ശ്രമിക്കണം. വ്യവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ഉപയോഗം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കി മാറ്റി രാത്രികാലങ്ങളിൽ വൈദ്യുതി ആവശ്യകത കുറയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വൈദ്യുതി വകുപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. പ്രതിസന്ധി പരിഹരിക്കാൻ ഈ നിർദ്ദേശങ്ങളോട് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് അഭ്യർത്ഥിച്ചു. കാലവർഷം കുറഞ്ഞതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിൽ ജലനിരപ്പ് കുറഞ്ഞു. സംഭരണികളെല്ലാം കൂടി വെള്ളം 29% മാത്രമാണുള്ളത്. ഈ നില തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. നിലവിലെ ലോഡ് ഷെഡിംഗ് ദീർഘിപ്പിക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് വൈദ്യുതി ബോർഡിന് നീങ്ങേണ്ടിയും വരും. സംഭരണികളിൽ വെള്ളമില്ലാതെ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതിന് പുറമെ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുന്നതിൽ വന്ന പ്രശ്നങ്ങളും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മഴയില്ലാതായതോടെ സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. ഇനി ജലനിരപ്പിൽ പെട്ടെന്നൊന്നും വർധനയുണ്ടാകില്ല. മഴ മാറിയതോടെ വൈദ്യുതി ഉപഭോഗം കൂടുകയും ചെയ്തു. വലിയ പദ്ധതികളായ ഇടുക്കിയിലെയും ശബരിഗിരിയിലെയും ഇനി ശേഷിക്കുന്നത് 29% മാത്രം വെള്ളമാണ്. 2025-ൽ ഇതിന്റെ ഇരട്ടിയിലധികം വെള്ളമുണ്ടായിരുന്നു. ഇതനുസരിച്ചുള്ള കുറവ് വൈദ്യുതി ഉൽപാദനത്തിലും വന്നു. ബുധനാഴ്ച സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ഉൽപാദനം 16.608 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 2025-ൽ ഇത് 44.221 ദശലക്ഷമായിരുന്നു. അതേസമയം ബുധനാഴ്ചത്തെ വൈദ്യുതി ഉപഭോഗം 88.6419 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. ഇതിൽ 68.8148 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് എത്തിച്ചതാണ്.
എന്നതാണ്. ഇടുക്കിയിൽ ബുധനാഴ്ച വെറും 5.941 ദശലക്ഷം യൂണിറ്റും ശബരിഗിരിയിൽ 2.3886 ദശലക്ഷം യൂണിറ്റും വൈദ്യുതിയുമാണ് ഉൽപ്പാദിപ്പിച്ചത്. ഷോളയാർ, ഇടമലയാർ, കുണ്ടള, മാട്ടുപ്പെട്ടി തുടങ്ങിയ എ ഗ്രേഡ് പദ്ധതികളെല്ലാം സമാന സ്ഥിതിയാണ്. മാട്ടുപ്പെട്ടിയിലുള്ളത് 10% മാത്രം വെള്ളമാണ്. പത്തനംതിട്ട ജില്ലയിൽ ശബരിഗിരിയെ ആശ്രയിക്കുന്ന കക്കാട്, അള്ളുങ്കൽ, കാരിക്കയം, മണിയാർ, പെരിനാട് പദ്ധതികളിലും വൈദ്യുതി ഉൽപ്പാദനം നാമമാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം കേരളത്തിൽ ഏർപ്പെടുത്തേണ്ടി വരുന്നത്.